ഇപ്പോഴത്തെ നടൻ സുധീർ കരമനയെ തിരുവനന്തപുരത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിലാണ് സുധീർ പൊതു സ്വതന്ത്രനായി മത്സരിക്കുന്നത്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, സുധീർ കരമന എന്നുള്ള പേരിനോട് ജനാധിപത്യ കേരള കോൺഗ്രസിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇല്ല എന്ന തരത്തിൽ വാർത്തകളൊക്കെ വന്നിരുന്നു. ഒടുവിൽ എന്തായാലും എവിടെ സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യത്തിന് സ്ഥാനാർത്ഥിയായിരിക്കുന്നു അല്ലേ? അതെ അക്ഷയ, ഏതായാലും തിരുവനന്തപുരത്ത് നിലനിന്നിരുന്ന അനിശ്ചിതത്വം ഇപ്പോൾ അവസാനിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സുധീർ കരമന AKG സെന്ററിലെത്തും. അവിടെ CPM നേതാക്കളെ കാണും. അവിടെ വെച്ച് PB അംഗമായിട്ടുള്ള A വിജയരാഘവൻ ഔദ്യോഗികമായി സുധീർ കരമനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും. ഏതായാലും വലിയ സജീവമായി പ്രചാരണങ്ങളിലേക്കൊക്കെ ഇടതുമുന്നണിക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഒന്ന് പിന്നോട്ട് പോയിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ. ജനാധിപത്യ കേരള കോൺഗ്രസ് തുടക്കം മുതൽ വലിയ പ്രതിഷേധത്തിലായിരുന്നുവെങ്കിലും LDFന്റെ നേതൃത്വം ഇടപെട്ട് ചർച്ച ചെയ്ത് മികച്ച സ്ഥാനാർത്ഥിയാണ് സുധീർ കരമന എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിജയസാധ്യത നോക്കിക്കൊണ്ടാണ് സുധീർ കരമനയിലേക്ക് എത്തിയത്. അതോടൊപ്പം പൊതു സ്വതന്ത്രനായി സുധീർ കരമനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസും അംഗീകരിക്കുകയായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ AKG സെന്ററിലെത്തി ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. സുധീർ കരമന മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അത് എത്രമാത്രമായിരിക്കും LDFനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സ്വാധീനം ചെലുത്താനാകുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും? തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം സജീവമായി ഉണ്ടായിരുന്നു. അതെ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമായി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ CPMന്റെയും LDFന്റെയും എല്ലാം പല സാംസ്കാരിക പരിപാടിയിലും നിറഞ്ഞ സാന്നിധ്യമാണ് സുധീർ കരമന. ഒപ്പം തന്നെ അദ്ദേഹത്തിന് പണ്ട് മുതലേ ഈ CPMുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമുണ്ട്. അതെല്ലാം തന്നെ ഗുണമാകുമെന്നൊരു വിലയിരുത്തലാണ്. ഒപ്പം തന്നെ ചലച്ചിത്ര താരമാണ്. കൂടുതൽ പരിചയപ്പെടുത്തലിന്റെ ഒരു ആവശ്യം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് CPM അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസ് പല നേതാക്കളുടെയും പേരുകൾ മുന്നോട്ട് വെച്ചു എങ്കിൽ പോലും അത് CPM അംഗീകരിച്ചിരുന്നില്ല. വിജയ സാധ്യത സുധീർ കരമനയ്ക്ക് കൂടുതലാണ്, അല്ലെങ്കിൽ ഒരു പൊതു സ്വതന്ത്രനായി അദ്ദേഹത്തെ അവതരിപ്പിച്ചാൽ വോട്ടുകൾ പരമാവധി നേടാം എന്നുള്ളൊരു വിലയിരുത്തലാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് CPM LDF നേതൃത്വം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസും അതിനോട് അനുകൂല നിലപാടാണ് ഇപ്പോൾ നിലവിൽ സ്വീകരിക്കുന്നത്.